ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ റോഹിത്. മക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സ്പോണൻസിൻ്റെ ഒരു പോർഷൻ ബാക്കിയുണ്ട്. പബ്ലിക് ലൈവിൽ നമുക്ക് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്പർ സിസ്റ്റംസിൻ്റെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 3.5 hour ലൈവാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്പോണൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് ജസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞുതരാം. കുറച്ച് ലോസ് സ്ക്രീനിൽ കാണുന്നതും കുറച്ച് അടുത്ത പേജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ലോസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ചുമ്മാ വൈഹാട്ട് പഠിക്കുകയല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, സിമ്പിളാണ്. ഫസ്റ്റ് വൺ എന്താ? a raised to m into a raised to n is equal to a raised to m plus n. ചിലർ x raised to m into x raised to n is equal to x raised to m plus n എന്ന് പഠിച്ചവരുണ്ടാവും. ഒരു കുഴപ്പമില്ല, ടീച്ചേഴ്സ് x വെച്ചിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ പവർ ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ വരിക സെയിം ബേസ് തന്നെ. ഇവിടെ രണ്ട് നമ്പേഴ്സിൻ്റെ ബേസ് ചെയ്താൽ എ അല്ലേ, അപ്പോൾ സെയിം ബേസ് തന്നെ ആൻസർ വരും. എന്നിട്ടോ പവറായിട്ട് ഈ രണ്ട് പവറും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 5 raised to 2 into 5 raised to 3 ആണെങ്കിൽ ബേസ് സെയിം ആണ്, പവർ ഡിഫറൻ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നുമല്ല, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. ഓക്കെ, x raised to m into x raised to n is equal to എന്താ? സെയിം ബേസ് തന്നെ കൊടുക്കുക, 5 തന്നെ ബേസ് കൊടുക്കുക. പവർ ആയിട്ടോ ഈ രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതുക. 2 + 3 5 raised to 5 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇതാണ് അവർ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. ഇനി ഇതേ സംഭവം ഡിവിഷൻ ആണെങ്കിലോ a raised to m divided by a raised to n ആണെങ്കിലോ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു. ഡിവിഷൻ ആണെങ്കിലോ സെയിം ബേസ് ആണ്, പവർ ഡിഫറൻ്റ് ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെയിം ബേസ് തന്നെ എഴുതണം ആൻസർ ആയിട്ട്. ഇവിടെ അത് തന്നെ സെയിം ബേസ് തന്നെ ആൻസർ ആയിട്ട് എഴുതാം. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആൻസർ ആയിട്ട് പവർ എന്താ എഴുതുക? രണ്ട് പവറും കൂടെ ആഡ് ചെയ്തായിരുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് രണ്ട് പവറും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. അതിൽ ഏത് സബ്ട്രാക്ട് ചെയ്യണം? മേലത്തെ നിന്ന് താഴത്ത് സബ്ട്രാക്ട് ചെയ്യണം. m - n ഇതാണ് ആൻസർ. ഫോർ എക്സാമ്പിൾ 6 raised to 4 divided by 6 square. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 6 raised to എന്താ വരിക? മേലത്തേൻ്റെ പവർ 4 മൈനസ് താഴത്തേൻ്റെ പവർ 2, അഥവാ 6 raised to 4 - 2 3 2 6 സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് a raised to m whole raised to n. a raised to m whole raised to n അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു നമ്പർ ഇപ്പോൾ 4, അതിൻ്റെ പവർ 2 ആണെന്ന് വിചാരിക്കുക. അതിന് ഹോൾ റേസ് ടു മൊത്തത്തിൽ വീണ്ടും ഒരു പവർ 3 വന്നാൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയുക? നമ്മൾ എഴുതുക എങ്ങനെ അറിയുക? എഴുതുക ഒന്നുകിൽ നിങ്ങൾക്ക് 4 square കണ്ടിട്ട് 16 ക്യൂബ് എടുക്കാം. ഇനി അതിലും എളുപ്പമാണ് എന്ത്? നിങ്ങൾ 4 എടുക്കുക, എന്നിട്ടോ ഈ രണ്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6, അത് പവറായിട്ട് എഴുതിയാൽ മതി. 4 raised to 6 കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഈ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ ഡിഫറെൻറ്റ് ബേസ് വരുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പക്ഷേ രണ്ടിൻ്റെ പവർ സെയിം ആണെന്ന് വിചാരിക്കും. അപ്പോൾ സെയിം ആയിട്ടുള്ള സാധനം അപ്പുറത്ത് ഉണ്ടാവണം. അതായത് പവർ m അല്ലേ, അപ്പോൾ പവർ m അപ്പുറത്ത് ഉണ്ടാവണം ആൻസറിൽ. പക്ഷേ ബേസ് എന്താ? ബേസ് ഡിഫറൻ്റ് അല്ലേ ഇവിടെ. അപ്പോൾ ആ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ a × b ഹോൾ റേസ് ടു സെയിം പവർ കൊടുത്താൽ മതി. a raised to m into b raised to m is equal to ab whole raised to m. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 raised to m into 5 raised to 5 square into 3 square ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി 5 square into 3 square 5 square 25, 3 square 9 into 25 എത്രയാണ് വരിക? 225 അല്ലേ? 225 ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ശരിക്കും 5 × 3 ചെയ്യാം. 5 × 3 3 15, എന്നിട്ട് സെയിം പവർ കൊടുക്കുക. 2 അല്ലേ? സെയിം പവർ കോമൺ ആയിട്ട് പവർ, അപ്പോൾ 2 കൊടുക്കുക. 15 square 3 2 25, 225. കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിലെ കംപ്ലീറ്റ് റൂൾസ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചേ. ഇനി അടുത്ത പേജ് നോക്കുക. അടുത്ത പേജ് nth റൂട്ട് a എന്ന് പറയുന്നൊരു സാധനമാണ്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോടെ. ഈ സ്ക്വയർ റൂട്ട് 16 എത്രയാ? 4 ആണെന്ന് നമുക്കറിയാം. ആക്ച്വലി അത് സ്ക്വയർ റൂട്ട്, സെക്കൻഡ് റൂട്ട് എന്നൊക്കെ പറയുന്നത് സ്ക്വയർ റൂട്ടാണ്. അവിടെ നമ്മൾ സ്ക്വയർ റൂട്ടാണ് നമ്മൾ 2 എന്ന് എഴുതൂല, ചെറുതാക്കി 2 എന്ന് എഴുതാറില്ല, സിമ്പിളി വെറും റൂട്ട് എന്ന് എഴുതുക. എന്നാൽ ക്യൂബിക് റൂട്ട് ആണെങ്കിൽ നമ്മളിവിടെ ക്യൂബിക് റൂട്ട് എന്ന് എഴുതും. ഫോർ എക്സാമ്പിൾ ക്യൂബിക് റൂട്ട് ഓഫ് 8. അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ എന്താ? 4ൻ്റെ സ്ക്വയർ ആണ് 16 എന്നാണ് മീനിങ് അല്ലേ? 4ൻ്റെ ഈ ആൻസറിൻ്റെ സ്ക്വയർ ആയിരിക്കും ഉള്ളിലുള്ളത്. എന്നാൽ ക്യൂബിക് റൂട്ട് ഓഫ് നോക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണെങ്കിൽ ആൻസറിൻ്റെ സ്ക്വയർ ആണ് ഉള്ളിലുണ്ടാവുക. എന്നാൽ ക്യൂബിക് റൂട്ട് 8 ആണെങ്കിൽ ഈ ആൻസറിൻ്റെ ക്യൂബാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 8? 2ൻ്റെ. അപ്പോൾ 2 ആണ് ആൻസർ. അപ്പോൾ 2 ക്യൂബാണ് 8 എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ക്യൂബിക് റൂട്ട് 8 2 ആണെങ്കിൽ
2 ക്യൂബാണ് 8 എന്ന് പറയുന്നത്. ജനറലി പറയുകയാണെങ്കിൽ nth റൂട്ട് എ, n റൂട്ട് എ എന്ന് പറഞ്ഞാൽ ബി ആണെങ്കിൽ n ഇപ്പുറം വന്നാൽ ബീൻ്റെ പവർ ആവും. b⁻n എന്ന് പറഞ്ഞാൽ എ കിട്ടണം. അതായത് ഈ 3 ഇപ്പുറം വന്നാൽ 2⁻3 ഈക്വൽ ടു ഉള്ളിലുള്ള സാധനം 8 കിട്ടണം. അങ്ങനെ വെച്ചാൽ നിങ്ങൾ പറ ക്യൂബിക് റൂട്ട് 27 എത്രയാ? ഒന്നും ആലോചിക്കേണ്ട, ഇത്രയും ആലോചിച്ചാൽ മതി. ഏതൊരു നമ്പറിൻ്റെ ക്യൂബാണ് 27. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 27? 2 × 2 × 2 2 4 8 2 അല്ല. അപ്പോൾ 3 നോക്കുക. 3 × 3 × 3 3 × 3 9 9 × 3 27. 3ൻ്റെ ക്യൂബാ. അപ്പോൾ 3 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 3 ആണ് ആൻസർ. ഇത്രയുള്ള സംഭവം. ഇനി വേറൊരു സംഭവം ഉള്ളത് എന്താ വെച്ചാൽ ഇതൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യൂബിക് റൂട്ട് 27 എന്ന് വിചാരിച്ചോ. അതിന് നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. അങ്ങനെ 27⁻⁴ എന്ന് എഴുതാം. അതേപോലെ ക്യൂബിക് റൂട്ട് 8 ആണെങ്കിൽ അത് 8⁻⁴ ആണ്. അങ്ങനെ എഴുതാം. ആൻസർ ഫൈനൽ ആൻസർ 2ഉം ഇവിടെ 3ഉം ആണ്. അത് ശരിയാണ്. പക്ഷേ ഇതിനെങ്ങനെ മാറ്റി എഴുതാമെന്ന് പറയാം, സിംപ്ലിഫൈ ചെയ്തിട്ട്. പിന്നെ അതേപോലെ ജനറലി പറയുകയാണെങ്കിൽ n റൂട്ട് എനാ. അത് ശ്രദ്ധിക്കണം കേട്ടോ. n × റൂട്ട് എന്ന് പറയുന്നതും n റൂട്ട് എ എന്ന് പറയുന്നതും സെയിം അല്ല. n റൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് എന്നൊക്കെ പറയുന്ന ഇതിപ്പം ക്യൂബിക് റൂട്ട് 8 ആണ്, അല്ലാണ്ട് 3 × റൂട്ട് 8 അല്ലല്ലോ. ഇത് ക്യൂബിക് റൂട്ട് 8, അത് വേറെ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ n റൂട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? n റൂട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a⁻1/n എഴുതാൻ പറ്റും. ഇതാണ് അടുത്ത റൂള്. സോ ഈ റൂൾസ് ആണ് നമുക്ക് മെയിനായിട്ട് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിനില്ലേ ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് 10th CBSE ചോദിക്കുന്നുണ്ട് ബോർഡ് എക്സാമിനേഷന്. 2025 9th ഒരുപാട് കൺസെപ്റ്റ്സ് 10th ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. നല്ലപോലെ പഠിച്ചോളൂ കേട്ടോ മക്കളെ. ദാറ്റ്സ് ഓൾ. ബൈ ഡാ.